ഇന്നത്തെ അറിയിപ്പുകൾ. കേരളത്തിന് മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ അനുവദിച്ചു. എറണാകുളത്ത് നിന്നും തൃശൂർ, പാലക്കാട് വഴി ബംഗളൂരുവിലേക്കാണ് പുതിയ വന്ദേ ഭാരത് സർവീസ് നടത്തുക. പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിനും ആവശ്യങ്ങൾക്കും വിരാമമിട്ട് കേരളത്തിന് മൂന്നാമത് വന്ദേ ഭാരത് എക്സ്പ്രസ് അനുവദിച്ചിരിക്കുന്നു. മലയാളികൾ ഏറ്റവും അധികം ആവശ്യപ്പെട്ടിരുന്ന റൂട്ടിലാണ് പുതിയ സർവീസ് വരുന്നത്. നവംബർ പകുതിയോടെ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. IT, വിദ്യാഭ്യാസം, വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിലാണ് ലക്ഷക്കണക്കിന് മലയാളികളാണ് ബംഗളൂരുവിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത്. കേരളത്തിലേക്ക് തിരിച്ചുമുള്ള യാത്രയ്ക്കായി ഇവർ പ്രധാനമായും ആശ്രയിക്കുന്നത് ട്രെയിനുകളെയും ബസ്സുകളെയുമാണ്. എന്നാൽ നിലവിലുള്ള ട്രെയിനുകളിലെ തിരക്കും ടിക്കറ്റ് ദൗർലഭ്യവും യാത്രക്കാരെ പലപ്പോഴും സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കുന്നു. ഓണം, ക്രിസ്മസ്, വിഷു തുടങ്ങിയ ഉത്സവകാലങ്ങളിലും തുടർച്ചയായ അവധി ദിവസങ്ങളിലും സ്വകാര്യ ബസ്സുകൾ ടിക്കറ്റ് നിരക്ക് 4-5 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നത് പതിവാണ്. 3000 മുതൽ 5000 രൂപ വരെയാണ് ഈ സമയങ്ങളിൽ ഒരു ടിക്കറ്റിനായി ഈടാക്കുന്നത്. ഈ സാമ്പത്തിക ചൂഷണത്തിന് ഒരു പരിധിവരെ തടയിടാൻ പുതിയ വന്ദേ ഭാരത് സർവീസിന് കഴിയുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. 1 ലക്ഷം മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. മസ്റ്ററിംഗ് പൂർത്തിയായപ്പോൾ ഒഴിവ് വന്നതും ഭക്ഷ്യവകുപ്പ് പ്രത്യേക പരിശോധന നടത്തി കണ്ടെത്തിയതും ഉൾപ്പെടെയാണിത്. പിങ്ക് കാർഡുകളാണ് നൽകുക. പിങ്ക് റേഷൻ കാർഡ് നൽകാനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്നായ വീടിന്റെ വിസ്തീർണത്തിൽ മാറ്റം വരുത്താൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. വീടിന്റെ വിസ്തീർണം 1000 ചതുരശ്ര അടിയോ അതിന് താഴെയോ ആയിരിക്കണമെന്നാണ് നിലവിലെ ചട്ടം. ഇതിനു പകരം 1100 ചതുരശ്ര അടിയെങ്കിലും ഉയർത്തേണ്ടി വരുമെന്നാണ് വിവരം. 70 വയസ്സ് പിന്നിട്ടവരെ റേഷൻ ലൈസൻസുകളായി നിലനിർത്തണമെന്ന റേഷൻ വ്യാപാരികളുടെ ആവശ്യം നടപ്പാക്കണമെങ്കിൽ കേരള റേഷനിംഗ് ഓർഡറിൽ ഭേദഗതി വരുത്തണമെന്നും ഈ കാര്യം നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്നും മന്ത്രി GR അനിൽ അറിയിച്ചു. നിലവിൽ 5,09,806 മഞ്ഞക്കാർഡുകളാണുള്ളത്. 36,52,258 എണ്ണം പിങ്ക് കാർഡുകാരും. ജനസംഖ്യയുടെ 43% മാത്രമാണ് കേന്ദ്രം ഈ പട്ടികയിൽപ്പെടുത്തിയത്. എണ്ണം കൂട്ടണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. അതേസമയം സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം 9 മണിയായി മാറ്റിയിരുന്നു. റേഷൻ വ്യാപാരികളുടെ എതിർപ്പ് ശക്തമായതോടെയാണ് സമയക്രമം മാറ്റാൻ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത്. ഇതു സംബന്ധിച്ച ഉത്തരവും പുറത്തിറങ്ങി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ചികിത്സയ്ക്കായി പോകുന്ന ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചതായി മന്ത്രി ഗണേഷ് കുമാർ. നിയമസഭയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ക്യാൻസർ ചികിത്സയ്ക്കായി ആശുപത്രികളിലേക്ക് പോകുന്ന രോഗികൾക്കാണ് KSRTCയുടെ ബസ്സുകൾ സൗജന്യമായി യാത്ര ചെയ്യുന്നതിനുള്ള അവസരമൊരുങ്ങുന്നത്. ഓർഡിനറി സർവീസ് മുതൽ സൂപ്പർഫാസ്റ്റ് വരെയുള്ള ബസ്സുകൾ ഈ സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്നും KSRTCയുടെ വരുമാനത്തിൽ അനുദിനം വർധനവുണ്ടാകുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ 22 ലക്ഷത്തിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇതുവഴി 26 കോടി രൂപയുടെ അധിക വരുമാനം വകുപ്പിന് നേടാൻ സാധിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. KSRTC ബസ്സുകളിൽ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ഒരുക്കിയത് യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. വനിതകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി യാത്ര ഉറപ്പാക്കുന്നതിലൂടെയും യാത്രക്കാരെ ആകർഷിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.